പുറപ്പാട് അധ്യായം 36. വിശുദ്ധ സ്ഥലത്തിൻ്റെ നിർമ്മാണത്തിനായി ഏത് ജോലിയും ചെയ്യാൻ പോകുന്ന അറിവും സാമർഥ്യവും നൽകി കർത്താവ് അനുഗ്രഹിച്ച ബസാലേലും ഒഹോലിയാബും കരവിരുതുള്ള മറ്റാളുകളും അവിടുന്ന് കൽപ്പിച്ചതനുസരിച്ച് ജോലി ചെയ്യണം. ബസാലേലിനെയും ഒഹോലിയാബിനെയും കർത്താവ് അറിവും സാമർഥ്യവും നൽകി അനുഗ്രഹിച്ചവരും ജോലി ചെയ്യാൻ ഉൾപ്രേരണ ലഭിച്ചവരുമായ എല്ലാവരെയും മോശ വിളിച്ചുകൂട്ടി. വിശുദ്ധ കൂടാരത്തിൻ്റെ പണിക്ക് വേണ്ടി ഇസ്രായേൽ ജനം കൊണ്ടുവന്ന കാഴ്ചകളെല്ലാം മോശയുടെ അടുക്കൽ നിന്ന് അവർ സ്വീകരിച്ചു. എല്ലാ പ്രഭാതത്തിലും ജനങ്ങൾ സ്വമേധയാ കാഴ്ചകൾ കൊണ്ടുവന്നിരുന്നു. അതിനാൽ വിശുദ്ധ കൂടാരത്തിൻ്റെ വിവിധ തരം പണികളിലേർപ്പെട്ടിരുന്ന വിദഗ്ധന്മാരെല്ലാവരും ജോലി നിർത്തി മോശയുടെ അടുത്ത് വന്നു. അവർ മോശയോട് പറഞ്ഞു, കർത്താവ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ള ജോലിക്കാവശ്യമായതിൽ കൂടുതൽ വസ്തുക്കൾ ജനങ്ങൾ കൊണ്ടുവരുന്നു. ഉടനെ മോശ പാളയത്തിലെങ്ങും ഒരു കൽപ്പന വിളംബരം ചെയ്തു. വിശുദ്ധ കൂടാരത്തിനു വേണ്ടി പുരുഷനോ സ്ത്രീയോ ആരും ഇനി കാണിക്ക കൊണ്ടുവരേണ്ടതില്ല. അങ്ങനെ ജനങ്ങൾ കാണിക്ക കൊണ്ടുവരുന്നത് അവൻ നിയന്ത്രിച്ചു. എല്ലാ പണികൾക്കും ആവശ്യമായതിൽ കവിഞ്ഞ വസ്തുക്കൾ അവർക്ക് ലഭിച്ചിരുന്നു. പണിയിൽ ഏർപ്പെട്ടിരുന്നവരിൽ വിദഗ്ധരായവർ 10 വിരികൾ കൊണ്ട് കൂടാരമുണ്ടാക്കി. അവ നീലം, ധൂമ്രം, കടും ചുമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണിയും കൊണ്ട് നിർമ്മിച്ചവയും കിരൂബുകളുടെ ചിത്രം തുന്നി അലങ്കരിച്ചവയുമായിരുന്നു. ഓരോ വിരിയുടെയും നീളം 28 മുഴവും വീതി 4 മുഴവുമായിരുന്നു. എല്ലാ വിരികളും ഒരേ അളവിലുള്ളതായിരുന്നു. അവർ 5 വിരികൾ ഒന്നിനൊന്ന് യോജിപ്പിച്ചു. അതുപോലെ മറ്റേ 5 വിരികളും. ആദ്യഗണം വിരികളിൽ അവസാനത്തേതിൻ്റെ വക്കിൽ നീല നൂലുകൊണ്ട് അവർ വളയങ്ങൾ നിർമ്മിച്ചു. അപ്രകാരം തന്നെ 2ാം ഗണം വിരികളിൽ അവസാനത്തേതിൻ്റെ വക്കിലും. 1ാമത്തേതിലും 2ാമത്തേതിലും 50 വളയങ്ങൾ വീതമുണ്ടാക്കി. ഒന്നിന് നേരെ ഒന്ന് വരത്തക്ക വിധത്തിലാണ് വളയങ്ങൾ നിർമ്മിച്ചത്. 50 സ്വർണ്ണക്കൊളുത്തുകളുണ്ടാക്കി വിരികൾ പരസ്പരം ബന്ധിച്ചു. അങ്ങനെ കൂടാരം ഒന്നായി തീർന്നു. കൂടാരത്തിൻ്റെ മുകൾ ഭാഗം മൂടുന്നതിന് കോലാട്ടിൻ രോമം കൊണ്ട് അവർ 11 വിരികളുണ്ടാക്കി. ഓരോ വിരിയുടെയും നീളം 30 മുഴവും വീതി 4 മുഴവുമായിരുന്നു. 11 വിരികൾക്കും ഒരേ അളവ് തന്നെ. അവർ 5 വിരികൾ ഒന്നോടൊന്ന് തുന്നിച്ചേർത്തു. അതുപോലെ മറ്റേ 6 വിരികളും. ഇരുഗണത്തെയും തമ്മിൽ യോജിപ്പിക്കുന്ന വിരികളുടെ വിളുമ്പുകളിൽ 50 വളയങ്ങൾ വീതം നിർമ്മിച്ചു. കൂടാരം കൂട്ടി യോജിപ്പിക്കാൻ ഓടുകൊണ്ട് 50 കൊളുത്തുകളുണ്ടാക്കി. കൂടാരത്തിന് ഊറക്കിട്ട മുട്ടാടിൻ തോലുകൊണ്ട് ഒരാഭരണവും അതിനു മീതെ നിലക്കരടി തോലുകൊണ്ട് വേറൊരാഭരണവും നിർമ്മിച്ചു. കൂടാരത്തിന് കരിവേല പലകകൾ കൊണ്ട് നിവർന്നു നിൽക്കുന്ന ചട്ടങ്ങളുമുണ്ടാക്കി. ഓരോ പലകയുടെയും നീളം 10 മുഴമായിരുന്നു, വീതി 1.5 മുഴവും. പലകകളെ തമ്മിൽ ചേർക്കുന്നതിന് ഓരോ പലകയിലും 2 കുടുമകളുണ്ടായിരുന്നു. എല്ലാ പലകകളും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയത്. അവർ കൂടാരത്തിനുള്ള ചട്ടപ്പലകകൾ ഇപ്രകാരമാണ് ഉണ്ടാക്കിയത്. തെക്കുവശത്ത് 20 പലകകൾ. 20 പലകകളുടെ അടിയിൽ വെള്ളി കൊണ്ട് 40 പാദകുടങ്ങൾ. ഓരോ പലകയുടെയും അടിയിൽ കുടുമയ്ക്ക് 1 വീതം 2 പാദകുടങ്ങൾ. കൂടാരത്തിൻ്റെ വടക്കുവശത്ത് അവർ 20 പലകകളുണ്ടാക്കി. ഓരോ പലകയ്ക്കുമിടയിൽ 2 വീതം വെള്ളി കൊണ്ടുള്ള 40 പാദകുടങ്ങളും ഉണ്ടാക്കി. കൂടാരത്തിൻ്റെ പിൻഭാഗമായ പടിഞ്ഞാറ് വശത്ത് 6 പലകകളുണ്ടാക്കി. കൂടാരത്തിൻ്റെ പിൻഭാഗത്തെ 2 മൂലകൾക്കായി 2 പലകകളും.
അവയുടെ ചുവടുകൾ അകത്തിയും മുകൾ ഭാഗം ഒരു വളയം കൊണ്ട് യോജിപ്പിച്ചും നിർത്തി. ഇരുമൂലകളിലുമുള്ള 2 പലകകൾക്കും ഇപ്രകാരം ചെയ്തു. അങ്ങനെ 8 പലകകളും ഒരു പലകയുടെ അടിയിൽ 2 വീതം വെള്ളി കൊണ്ടുള്ള 16 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. കരുവേലത്തടി കൊണ്ട് അവർ അഴികൾ നിർമ്മിച്ചു. കൂടാരത്തിൻ്റെ ഒരു വശത്തെ പലകകൾക്ക് 5 അഴികൾ, മറുവശത്തുള്ള പലകകൾക്കും 5 അഴികൾ. കൂടാരത്തിൻ്റെ പിൻഭാഗമായ പടിഞ്ഞാറ് വശത്തെ പലകകൾക്കും 5 അഴികൾ. നടുവിലുള്ള അഴിപ്പലകയുടെ പകുതി ഉയരത്തിൽ വെച്ച് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കടത്തിവിട്ടു. അവർ പലകകളും അഴികളും സ്വർണം കൊണ്ട് പൊതിയുകയും അഴികൾ കടത്താനുള്ള വളയങ്ങൾ സ്വർണം കൊണ്ട് നിർമ്മിക്കുകയും ചെയ്തു. നീലം, ധൂമ്രം, കടും ചെമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത് ചണത്തുണിയും ഉപയോഗിച്ച് തിരശ്ശീലയുണ്ടാക്കി. കെരൂബുകളുടെ ചിത്രം വിദഗ്ധമായി തുന്നിച്ചേർത്ത് അത് അലങ്കരിച്ചു. അവർ കരിവേലത്തടി കൊണ്ട് 4 തൂണുകളുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു. അവയ്ക്ക് സ്വർണം കൊണ്ട് കൊളുത്തുകളും വെള്ളി കൊണ്ട് 4 പാദകുടങ്ങളും പണിതു. നീലം, ധൂമ്രം, കടും ചെമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്ത ചിത്രത്തുന്നൽ കൊണ്ട് അലങ്കരിച്ച ചണത്തുണി ഉപയോഗിച്ച് കൂടാരവാതിലിന് അവർ യവനികയുണ്ടാക്കി. അതിനായി 5 തൂണുകളും അവയിൽ കൊളുത്തുകളും ഉണ്ടാക്കി. തൂണുകളുടെ ശീർഷങ്ങൾ സ്വർണം കൊണ്ട് പൊതിഞ്ഞു. പട്ടകൾ സ്വർണം കൊണ്ടും അവയുടെ 5 പാദകുടങ്ങൾ ഓടുകൊണ്ടും നിർമ്മിച്ചു. പുറപ്പാട് അധ്യായം 37. ബെസാലേൽ കരിവേലത്തടി കൊണ്ട് പേടകമുണ്ടാക്കി. അതിൻ്റെ നീളം 2.5 മുഴമായിരുന്നു. വീതിയും ഉയരവും 1.5 മുഴം വീതവും. തനി സ്വർണം കൊണ്ട് അതിൻ്റെ അകവും പുറവും പൊതിഞ്ഞു. അതിനു ചുറ്റും സ്വർണം കൊണ്ടുള്ള ഒരു അരികുപാളി പിടിപ്പിച്ചു. 4 സ്വർണ വളയങ്ങളുണ്ടാക്കി 4 മൂലകളിൽ ഘടിപ്പിച്ചു. ഒരു വശത്ത് 2ഉം മറുവശത്ത് 2ഉം. അവൻ കരിവേലത്തടി കൊണ്ട് തണ്ടുകളുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു. പേടകം വഹിക്കുന്നതിന് അതിൻ്റെ വശങ്ങളിലുള്ള വളയങ്ങളിലൂടെ തണ്ടുകൾ കടത്തി. തനി സ്വർണം കൊണ്ട് കൃപാസനം നിർമ്മിച്ചു. അതിൻ്റെ നീളം 2.5 മുഴവും വീതി 1.5 മുഴവുമായിരുന്നു. കൃപാസനത്തിൻ്റെ 2 അഗ്രങ്ങളിൽ സ്ഥാപിക്കാൻ സ്വർണ്ണ തകിടുകൊണ്ട് 2 കെരൂബുകളെ നിർമ്മിച്ചു. 2 അഗ്രങ്ങളിലും 1 വീതം കൃപാസനത്തോട് ഒന്നായി ചേർത്താണ് അവയെ നിർമ്മിച്ചത്. കെരൂബുകൾ മുകളിലേക്ക് ചിറകുകൾ വിരിച്ച് കൃപാസനത്തെ മൂടിയിരുന്നു. കൃപാസനത്തിലേക്ക് തിരിഞ്ഞ് അവ മുഖാഭിമുഖം നിലകൊണ്ടു. കരുവേലത്തടി കൊണ്ട് അവൻ മേശയുണ്ടാക്കി. അതിന് 2 മുഴം നീളവും 1 മുഴം വീതിയും 1.5 മുഴം ഉയരവുമുണ്ടായിരുന്നു. തനി സ്വർണം കൊണ്ട് അത് പൊതിയുകയും മുകൾ ഭാഗത്ത് ചുറ്റിലും സ്വർണം കൊണ്ട് അരികുപാളി പിടിപ്പിക്കുകയും ചെയ്തു. അതിനു ചുറ്റും കൈപ്പത്തിയുടെ വീതിയിൽ ഒരു ചട്ടവും ചട്ടത്തിനു ചുറ്റും സ്വർണം കൊണ്ട് അരികുപാളിയും പിടിപ്പിച്ചു. അവൻ 4 സ്വർണ വളയങ്ങൾ നിർമ്മിച്ച് അവ മേശയുടെ 4 കാലുകളിൽ ഘടിപ്പിച്ചു. മേശ വഹിക്കാനുള്ള തണ്ടുകൾ കടത്തിയിരുന്ന വളയങ്ങൾ ചട്ടത്തോട് ചേർന്നതായിരുന്നു. ഈ തണ്ടുകൾ അവൻ കരിവേലത്തടി കൊണ്ടുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു. മേശപ്പുറത്തേക്കുള്ള ഉപകരണങ്ങൾ, താലങ്ങൾ, തട്ടങ്ങൾ, കലശങ്ങൾ, പാനീയബലിക്കുള്ള ചഷകങ്ങൾ എന്നിവ തനി സ്വർണം കൊണ്ട് നിർമ്മിച്ചു. തനി സ്വർണം കൊണ്ട് വിളക്കുകാൽ ഉണ്ടാക്കി. അതിൻ്റെ അടിത്തട്ട്, തണ്ട്, ചഷകങ്ങൾ, മുകുളങ്ങൾ, പുഷ്പങ്ങൾ എന്നിവ
ഒരേ സ്വർണ്ണത്തകിടിലാണ് പണിതത്. വിളക്കുകാലിന് ഓരോ വശത്തും 3 വീതം 2 വശങ്ങളിലായി 6 ശാഖകളുണ്ടായിരുന്നു. വിളക്കുകാലിൻ്റെ 6 ശാഖകളിൽ ഓരോന്നിലും ബദാംപൂവിൻ്റെ ആകൃതിയിലുള്ളതും മുകുളങ്ങളോടും പുഷ്പദളങ്ങളോടും കൂടിയതുമായ 3 ചഷകങ്ങൾ വീതം ഉണ്ടായിരുന്നു. വിളക്കുകാലിൻ്റെ തണ്ടിന്മേൽ ബദാംപൂവിൻ്റെ ആകൃതിയിലുള്ളതും മുകുളങ്ങളോടും പുഷ്പദളങ്ങളോടും കൂടിയതുമായ 4 ചഷകങ്ങൾ ഉണ്ടായിരുന്നു. വിളക്കുകാലിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ ജോഡി ശാഖകളുടെയും ചുവട്ടിൽ വിളക്കുകാലിൻ്റെ തണ്ടിനോട് ഒന്നായി ചേർന്ന് ഒരു മുകുളം വീതമുണ്ടായിരുന്നു. മുകുളങ്ങളും ശാഖകളും വിളക്കുകാലിനോട് ഒന്നായി ചേർന്നിരുന്നു. എല്ലാം തനി സ്വർണ്ണത്തകിട് കൊണ്ട് പണിതതായിരുന്നു. അവൻ അതിൻ്റെ 7 വിളക്കുകളും തിരിയണയ്ക്കാൻ ഉപയോഗിക്കുന്ന കത്രികകളും തട്ടങ്ങളും തനി സ്വർണം കൊണ്ട് നിർമ്മിച്ചു. വിളക്കുകാലും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും 1 താലന്ത് തനി സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചത്. കരുവേലത്തടി കൊണ്ട് അവൻ ഒരു ധൂപപീഠം പണിതു. അത് 1 മുഴം നീളവും 1 മുഴം വീതിയുമുള്ള സമചതുരമായിരുന്നു. ഉയരം 2 മുഴം. അതിൻ്റെ കൊമ്പുകൾ അതിനോടൊന്നായി ചേർന്നിരുന്നു. തനി സ്വർണം കൊണ്ട് അവൻ അതിൻ്റെ മുകൾ ഭാഗവും വശങ്ങളും കൊമ്പുകളും പൊതിഞ്ഞു. അതിന് മുകൾ വശത്തായി ചുറ്റും സ്വർണം കൊണ്ടുള്ള അരികുപാളി പിടിപ്പിച്ചു. അത് വഹിക്കുന്നതിനുള്ള തണ്ടുകൾ കടത്തുന്നതിന് അരികുപാളിയുടെ താഴെ മൂലകളിലായി ഒരു വശത്ത് 2ഉം മറുവശത്ത് 2ഉം സ്വർണവളയങ്ങൾ ഘടിപ്പിച്ചു. കരുവേലത്തടി കൊണ്ട് തണ്ടുകളുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു. സുഗന്ധ തൈലങ്ങൾ നിർമ്മിക്കുന്ന വിദഗ്ധനെ പോലെ അവൻ വിശുദ്ധമായ അഭിഷേക തൈലവും ധൂപത്തിനുള്ള പരിമള വസ്തുക്കളും സജ്ജീകരിച്ചു. പുറപ്പാട് അധ്യായം 38. ബെസാലേൽ കരിവേലത്തടി കൊണ്ട് ദഹന ബലിപീഠം നിർമ്മിച്ചു. അത് 5 മുഴം നീളവും വീതിയുമുള്ള സമചതുരമായിരുന്നു. അതിൻ്റെ ഉയരം 3 മുഴവും. അതിൻ്റെ 4 മൂലകളിലും അതിനോട് ഒന്നായി ചേർത്ത് 4 കൊമ്പുകൾ നിർമ്മിച്ച് ഓടുകൊണ്ട് പൊതിഞ്ഞു. ബലിപീഠത്തിൻ്റെ ഉപകരണങ്ങളെല്ലാം പാത്രങ്ങൾ, കോരികകൾ, താലങ്ങൾ, മുൾക്കരണ്ടികൾ, അഗ്നികലശങ്ങൾ എന്നിവ ഓടുകൊണ്ട് നിർമ്മിച്ചു. അവൻ ബലിപീഠത്തിൻ്റെ മുകളിലെ അരികുപാളിക്ക് കീഴിൽ ബലിപീഠത്തിൻ്റെ മധ്യഭാഗം വരെ ഇറങ്ങി നിൽക്കുന്ന ഒരു ചട്ടക്കൂട് ഓടുകൊണ്ടുള്ള അഴികൾ ഉപയോഗിച്ച് വലയുടെ രൂപത്തിൽ നിർമ്മിച്ചു. തണ്ടുകൾ കടത്തുന്നതിന് ഓടുകൊണ്ടുള്ള ചട്ടക്കൂടിൻ്റെ 4 മൂലകളിൽ 4 വളയങ്ങൾ ഘടിപ്പിച്ചു. അവൻ കരിവേലത്തടി കൊണ്ട് തണ്ടുകളുണ്ടാക്കി ഓടുകൊണ്ട് പൊതിഞ്ഞു. ബലിപീഠം വഹിച്ചുകൊണ്ട് പോകുന്നതിന് അതിൻ്റെ വശങ്ങളിലുള്ള വളയങ്ങളിലൂടെ തണ്ടുകൾ കടത്തി. ബലിപീഠം പലകകൾ കൊണ്ടാണ് നിർമ്മിച്ചത്. അതിൻ്റെ അകം പൊള്ളയായിരുന്നു. സമാഗമകൂടാരത്തിൻ്റെ വാതിൽക്കൽ ശുശ്രൂഷ ചെയ്തിരുന്ന സ്ത്രീകളുടെ ഓട്ടുകണ്ണാടി ഉപയോഗിച്ച് ക്ഷാളനപാത്രവും അതിൻ്റെ പീഠവും നിർമ്മിച്ചു. അവൻ അങ്കണവും നിർമ്മിച്ചു. അതിൻ്റെ തെക്കുവശത്തെ മറ നേർമയിൽ നെയ്തെടുത്ത ചണത്തുണി കൊണ്ടുള്ളതും 100 മുഴം നീളമുള്ളതുമായിരുന്നു. അതിന് 20 തൂണുകളും അവയ്ക്ക് ഓടുകൊണ്ടുള്ള 20 പാദകുടങ്ങളുമുണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും വെള്ളികൊണ്ട് നിർമ്മിച്ചവയായിരുന്നു. വടക്കുവശത്തെ മറ 100 മുഴം നീളമുള്ളതായിരുന്നു. അതിന് 20 തൂണുകളും അവയ്ക്ക് ഓടുകൊണ്ടുള്ള 20 പാദകുടങ്ങളുമുണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും വെള്ളികൊണ്ടുള്ളവയായിരുന്നു. പടിഞ്ഞാറുവശത്തെ മറയ്ക്ക് 50 മുഴം നീളമുണ്ടായിരുന്നു. അതിന് 10 തൂണുകളും
അവയ്ക്ക് 10 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും വെള്ളി കൊണ്ടുള്ളവയായിരുന്നു. കിഴക്ക് വശത്ത് 50 മുഴം. അങ്കണ കവാടത്തിൻ്റെ ഒരു വശത്തെ മറകൾക്ക് 15 മുഴം നീളമുണ്ടായിരുന്നു. അവയ്ക്ക് 3 തൂണുകളും തൂണുകൾക്ക് 3 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. അങ്കണ കവാടത്തിൻ്റെ മറുവശത്തും അപ്രകാരം തന്നെ 15 മുഴം നീളത്തിൽ മറയും. അവയ്ക്ക് 3 തൂണുകളും തൂണുകൾക്ക് 3 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. അങ്കണത്തെ ചുറ്റിയുള്ള മറകളെല്ലാം നേർമയിൽ നെയ്തെടുത്ത് ചണത്തുണി കൊണ്ടുള്ളതായിരുന്നു. തൂണുകളുടെ പാദകുടങ്ങൾ ഓടുകൊണ്ടും അവയുടെ കൊളുത്തുകളും പട്ടകളും വെള്ളികൊണ്ടും ഉള്ളതായിരുന്നു. അവയുടെ ശീർഷങ്ങൾ വെള്ളികൊണ്ട് പൊതിഞ്ഞിരുന്നു. അങ്കണത്തൂണുകൾക്കെല്ലാം വെള്ളികൊണ്ടുള്ള പട്ടകളുണ്ടായിരുന്നു. അങ്കണവാതിലിൻ്റെ യവനിക നീലം, ധൂമ്രം, കടുംചുമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണിയും ഉപയോഗിച്ചുള്ള ചിത്രത്തുന്നൽ കൊണ്ട് അലങ്കൃതമായിരുന്നു. അത് അങ്കണത്തിൻ്റെ മറകൾക്കനുസൃതമായി 20 മുഴം നീളവും 5 മുഴം വീതിയും ഉള്ളതായിരുന്നു. അതിന് 4 തൂണുകളും അവയ്ക്ക് ഓടുകൊണ്ടുള്ള 4 പാദകുടങ്ങളും ഉണ്ടായിരുന്നു. തൂണുകൾക്ക് വെള്ളി കൊണ്ടുള്ള കൊളുത്തുകളും വെള്ളി പൊതിഞ്ഞ ശീർഷങ്ങളും വെള്ളിപ്പട്ടകളും ഉണ്ടായിരുന്നു. കൂടാരത്തിൻ്റെയും ചുറ്റുമുള്ള അങ്കണത്തിൻ്റെയും കുറ്റികളെല്ലാം ഓടുകൊണ്ടുള്ളവയായിരുന്നു. സാക്ഷ്യകൂടാരം നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ കണക്ക് കാണിക്കുന്ന പട്ടികയാണിത്. മോശയുടെ കൽപ്പന അനുസരിച്ച് പുരോഹിതനായ അഹ്റോന്റെ പുത്രൻ ഇത്താമറിന്റെ നേതൃത്വത്തിൽ ലേവ്യരാണ് ഇത് തയ്യാറാക്കിയത്. യൂദാ ഗോത്രത്തിൽപ്പെട്ട ഹൂറിന്റെ പുത്രൻ ഊറിയുടെ മകനായ ബെസാലേൽ കർത്താവ് മോശയോട് കൽപ്പിച്ചവയെല്ലാം നിർമ്മിച്ചു. ദാൻ ഗോത്രത്തിൽപ്പെട്ട അഹിസാമാക്കിന്റെ പുത്രൻ ഒഹോലിയാബ് അവന് സഹായത്തിനുണ്ടായിരുന്നു. ഒഹോലിയാബ് കൊത്തുപണിക്കാരനും ശില്പവിദഗ്ധനും നീലം, ധൂമ്രം, കടുംചുമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണി ഉപയോഗിച്ച് ചിത്രത്തുന്നൽ നടത്തുന്നവനുമായിരുന്നു. വിശുദ്ധ കൂടാരത്തിൻ്റെ എല്ലാ പണികൾക്കുമായി ചെലവാക്കിയ കാണിക്ക സ്വർണം വിശുദ്ധ മന്ദിരത്തിലെ തോതനുസരിച്ച് ആകെ 29 താലന്തും 730 ഷെക്കലുമാകുന്നു. ജനസംഖ്യാ കണക്കിൽ ഉൾപ്പെട്ടവരിൽ നിന്ന് ലഭിച്ച വെള്ളി വിശുദ്ധ മന്ദിരത്തിലെ തോതനുസരിച്ച് 100 താലന്തും 1775 ഷെക്കലുമാകുന്നു. ജനസംഖ്യ കണക്കിൽ ഉൾപ്പെട്ടവരിൽ 20 വയസ്സും അതിനു മേലും പ്രായമുള്ളവർ ആളൊന്നിന് 1 ബക്ക വിശുദ്ധ മന്ദിരത്തിലെ തോതനുസരിച്ച് 1/2 ഷെക്കൽ കൊടുക്കേണ്ടിയിരുന്നു. അവരുടെ സംഖ്യ 6,3550,000 വിശുദ്ധ കൂടാരത്തിനും തിരശ്ശീലയ്ക്കും വേണ്ടി പാദകുടങ്ങൾ വാർക്കുന്നതിന് പാദകുടം ഒന്നിന് 1 താലന്ത് വീതം 100 താലന്ത് വെള്ളി ഉപയോഗിച്ചു. 1775 ഷെക്കൽ വെള്ളി കൊണ്ട് തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും ഉണ്ടാക്കുകയും ശീർഷങ്ങൾ പൊതിയുകയും ചെയ്തു. കാണിക്കയായി ലഭിച്ച ഓട് 70 താലന്തും 2400 ഷെക്കലുമാണ്. അവൻ അതുപയോഗിച്ച് സമാഗമ കൂടാരത്തിൻ്റെ വാതിലിന് പാദകുടങ്ങളും ഓടുകൊണ്ടുള്ള ബലിപീഠവും അതിൻ്റെ അഴിക്കൂടും ബലിപീഠത്തിലെ ഉപകരണങ്ങളും കൂടാരാങ്കണത്തിന് ചുറ്റുമുള്ള പാദകുടങ്ങളും അങ്കണ കവാടത്തിൻ്റെ പാദകുടങ്ങളും കൂടാരത്തിൻ്റെയും ചുറ്റുമുള്ള അങ്കണത്തിൻ്റെയും കുറ്റികളും നിർമ്മിച്ചു. പുറപ്പാട് അധ്യായം 39. മോശയ്ക്ക് കർത്താവ് നൽകിയ കൽപ്പന അനുസരിച്ച് അവർ വിശുദ്ധ കൂടാരത്തിലെ ശുശ്രൂഷകൾക്ക് വേണ്ടി നീലം, ധൂമ്രം, കടുംചുമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകൾ ഉപയോഗിച്ച്
നേർമയുള്ള വസ്ത്രങ്ങൾ നിർമ്മിച്ചു. അഹ്റോന് വേണ്ടിയുള്ള വിശുദ്ധ വസ്ത്രങ്ങളും ഉണ്ടാക്കി. സ്വർണവും നീലം, ധൂമ്രം, കടുംചുവപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണിയും ഉപയോഗിച്ച് അവർ എഫോദ് ഉണ്ടാക്കി. അവർ സ്വർണം തല്ലിപ്പരത്തി നേരിയ നൂലുകളായി വെട്ടിയെടുത്ത് നീലം, ധൂമ്രം, കടുംചുവപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളിലും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണികളിലും വിദഗ്ധമായി ഇണക്കിച്ചേർത്തു. എഫോദിന് തോൾവാറുകളുണ്ടാക്കി അതിൻ്റെ രണ്ടറ്റങ്ങളിലും യോജിപ്പിച്ചു. എഫോദിനെ ചുറ്റിയിരുന്ന പട്ട എഫോദ് പോലെ തന്നെ സ്വർണവും നീലം, ധൂമ്രം, കടുംചുവപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണിയും ചേർത്ത് കർത്താവ് മോശയോട് കൽപ്പിച്ച പ്രകാരമാണ് ഉണ്ടാക്കിയത്. ചെത്തിയൊരുക്കിയ വൈഡൂര്യ കല്ലുകളിൽ മുദ്ര പോലെ ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ പേരുകൾ കൊത്തി. കല്ലുകൾ സ്വർണ്ണത്തകിടുകളിൽ പതിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ പുത്രന്മാരുടെ സ്മാരകശിലകളായി അവ എഫോദിൻ്റെ തോൾവാറുകളിൽ ഉറപ്പിച്ചു. അവർ എഫോദിൻ്റേതുപോലുള്ള ചിത്രപ്പണികളോടുകൂടിയ ഉരസ്ത്രാണവും നിർമ്മിച്ചു. സ്വർണ്ണനൂലുകൾ, നീലം, ധൂമ്രം, കടുംചുവപ്പ് എന്നീ നിറങ്ങളിലുള്ള നൂലുകൾ, നേർമയിൽ നെയ്തെടുത്ത ചണത്തുണി എന്നിവ ഉപയോഗിച്ചാണ് അത് നിർമ്മിച്ചത്. ഉരസ്ത്രാണം സമചതുരത്തിൽ 2 മടക്കുള്ളതായിരുന്നു. അതിന് 1 ചാൺ നീളവും 1 ചാൺ വീതിയും ഉണ്ടായിരുന്നു. അതിന്മേൽ അവർ 4 നിര രത്നങ്ങൾ പതിച്ചു. ആദ്യത്തെ നിരയിൽ മാണിക്യം, പുഷ്യരാഗം, വൈഡൂര്യം. രണ്ടാമത്തെ നിരയിൽ മരതകം, ഇന്ദ്രനീലം, വജ്രം. മൂന്നാമത്തെ നിരയിൽ പവിഴം, ചന്ദ്രകാന്തം, സൗഗന്ധികം. നാലാമത്തെ നിരയിൽ പത്മരാഗം, ഗോമേതകം, സൂര്യകാന്തം. അലങ്കാരപ്പണി ചെയ്ത സ്വർണ്ണത്തകിടിലാണ് ഈ രത്നങ്ങൾ പതിച്ചത്. ഇസ്രായേലിൻ്റെ 12 പുത്രന്മാരുടെ പേരുകളനുസരിച്ച് 12 രത്നങ്ങളുണ്ടായിരുന്നു. ഓരോ ഗോത്രത്തിൻ്റെയും പേര് ഓരോ രത്നത്തിന്മേൽ മുദ്ര പോലെ ആലേഖനം ചെയ്തു. അവർ ഉരസ്ത്രാണത്തിനു വേണ്ടി തനി സ്വർണം കൊണ്ട് കയറുപോലെ പിണച്ചെടുത്ത തുടലുകൾ പണിതു. 2 സ്വർണ്ണത്തകിടുകളും 2 സ്വർണ്ണ വളയങ്ങളും ഉണ്ടാക്കി. വളയങ്ങൾ ഉരസ്ത്രാണത്തിൻ്റെ മുകളിലത്തെ 2 മൂലകളിൽ ഘടിപ്പിച്ചു. 2 സ്വർണ്ണത്തുടലുകൾ ഉരസ്ത്രാണത്തിൻ്റെ മൂലകളിലുള്ള വളയങ്ങളിൽ കൊളുത്തി. സ്വർണ്ണത്തുടലുകളുടെ മറ്റേ അറ്റങ്ങൾ സ്വർണ്ണത്തകിടുകളിൽ ഘടിപ്പിച്ച് എഫോദിൻ്റെ മുൻഭാഗത്ത് അതിൻ്റെ തോൾവാറുകളിൽ ബന്ധിച്ചു. 2 സ്വർണ്ണ വളയങ്ങളുണ്ടാക്കി അവ ഉരസ്ത്രാണത്തിൻ്റെ താഴത്തെ കോണുകളിൽ അവയുടെ ഉൾഭാഗത്ത് എഫോദിനോട് ചേർത്ത് ബന്ധിച്ചു. 2 സ്വർണ്ണ വളയങ്ങൾ കൂടി നിർമ്മിച്ച് അവ എഫോദിൻ്റെ തോൾവാറുകളുടെ താഴത്തെ അറ്റങ്ങൾക്ക് മുൻഭാഗത്ത് അവയുടെ തുന്നലിനോടടുത്ത് എഫോദിൻ്റെ അലങ്കൃതമായ അരപ്പട്ടയ്ക്ക് മുകളിലായി ബന്ധിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ ഉരസ്ത്രാണം എഫോദിൻ്റെ അലങ്കൃതമായ അരപ്പട്ടയ്ക്ക് മുകളിൽ നിന്ന് ഇളകിപ്പോകാതിരിക്കാൻ അവയുടെ വളയങ്ങൾ ഒരു നീല ചരടുകൊണ്ട് ബന്ധിച്ചു. എഫോദിൻ്റെ നിലയങ്കി നീലനിറത്തിൽ നെയ്തെടുത്തു. തല കടത്താൻ അതിൻ്റെ നടുവിൽ ഒരു ദ്വാരമുണ്ടായിരുന്നു. ധരിക്കുമ്പോൾ കീറിപ്പോകാതിരിക്കാൻ ഉടുപ്പുകൾക്ക് ചെയ്യാറുള്ളതുപോലെ ദ്വാരത്തിന് ചുറ്റും ഒരു നാട തുന്നിച്ചേർത്തു. നിലയങ്കിയുടെ വിളുമ്പിന് ചുറ്റും നീലം, ധൂമ്രം, കടുംചുവപ്പ് എന്നീ വർണ്ണങ്ങളുള്ള പിരിച്ച ചണനൂലുകൊണ്ട് മാതള നാരങ്ങകൾ തുന്നിച്ചേർത്തു. അവർ തനി സ്വർണം കൊണ്ട് മണികളുണ്ടാക്കി. നിലയങ്കിയുടെ വിളുമ്പിന് ചുറ്റും മാതള നാരങ്ങകളുടെ ഇടയിൽ ബന്ധിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ
ശുശ്രൂഷയ്ക്കുള്ള നിലയങ്കിയുടെ വിളുമ്പിന് ചുറ്റും ഒന്നിടവിട്ട് മണികളും മാതള നാരങ്ങകളും ഉണ്ടായിരുന്നു. അവർ അഹ്റോനും അവൻ്റെ പുത്രന്മാർക്കും വേണ്ടി നേർത്ത ചണം കൊണ്ട് അങ്കികൾ നെയ്തു. നേരിയ ചണം കൊണ്ട് തലപ്പാവും തൊപ്പികളും നേരിയ ചണച്ചരടുകൊണ്ട് കാൽച്ചട്ടയും ഉണ്ടാക്കി. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവർ നേർത്ത ചണത്തുണിയും നീലം, ധൂമ്രം, കടുംചെമപ്പ് എന്നീ വർണ്ണങ്ങളുള്ള നൂലുകളും ഉപയോഗിച്ച് ചിത്രത്തയ്യലിൽ അരപ്പട്ടയുണ്ടാക്കി. വിശുദ്ധ കിരീടത്തിൻ്റെ തകിട് അവർ തനി സ്വർണം കൊണ്ട് നിർമ്മിച്ച് അതിന്മേൽ ഒരു മുദ്ര എന്ന പോലെ കർത്താവിന് സമർപ്പിതൻ എന്ന് കൊത്തിവെച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തലപ്പാവിൻ്റെ മുൻവശത്ത് ബന്ധിക്കാൻ തകിടിന്മേൽ ഒരു നീല ചരട് പിടിപ്പിച്ചു. ഇങ്ങനെ സമാഗമകൂടാരത്തിൻ്റെ പണികളെല്ലാം അവസാനിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ ജനം എല്ലാ കാര്യങ്ങളും ചെയ്തു. അവർ കൂടാരം അതിൻ്റെ എല്ലാ ഉപകരണങ്ങളോടും കൂടി മോശയുടെ അടുക്കൽ കൊണ്ടുവന്നു. കൊളുത്തുകൾ, പലകകൾ, അഴികൾ, തൂണുകൾ, പാദകുടങ്ങൾ, ഊറയ്ക്കിട്ട മുട്ടാടിൻ തോലുകൊണ്ടുള്ള വിരി, നിലക്കരടി തോലുകൊണ്ടുള്ള വിരി, തിരശീല, സാക്ഷ്യപേടകം, അതിൻ്റെ തണ്ടുകൾ, കൃപാസനം, മേശ, അതിൻ്റെ ഉപകരണങ്ങൾ, തിരുസാന്നിധ്യത്തിൻ്റെ അപ്പം, തനി സ്വർണം കൊണ്ട് നിർമ്മിച്ച വിളക്കുകാൽ, അതിലെ ദീപനിര, അതിൻ്റെ ഉപകരണങ്ങൾ, വിളക്കിനുള്ള എണ്ണ, സ്വർണ്ണ ബലിപീഠം, അഭിഷേക തൈലം, പരിമള ധൂപത്തിനുള്ള സുഗന്ധദ്രവ്യങ്ങൾ, കൂടാരവാതിലിൻ്റെ യവനിക, ഓടുകൊണ്ടുള്ള ബലിപീഠം, ചട്ടക്കൂട്, തണ്ടുകൾ, ഉപകരണങ്ങൾ, ക്ഷാളനപാത്രം, അതിൻ്റെ പീഠം, അങ്കണത്തിൻ്റെ മറകൾ, തൂണുകൾ, പാദകുടങ്ങൾ, അങ്കണകവാടത്തിൻ്റെ യവനിക, കയറുകൾ, കുറ്റികൾ, സമാഗമകൂടാരത്തിലെ ശുശ്രൂഷയ്ക്കുള്ള പാത്രങ്ങൾ, വിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ട വിശുദ്ധ വസ്ത്രങ്ങൾ, പുരോഹിതനായ അഹ്റോന്റെ വിശുദ്ധ വസ്ത്രങ്ങൾ, അവൻ്റെ പുത്രന്മാർ പുരോഹിത ശുശ്രൂഷയ്ക്കണിയേണ്ട വസ്ത്രങ്ങൾ. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേൽ ജനം ഇവയെല്ലാം ഉണ്ടാക്കി. അവർ ചെയ്ത ജോലികളെല്ലാം മോശ പരിശോധിച്ചു. കർത്താവ് കൽപ്പിച്ചതുപോലെ തന്നെ അവർ പ്രവർത്തിച്ചിരിക്കുന്നു. മോശ അവരെ അനുഗ്രഹിച്ചു. പുറപ്പാട് അധ്യായം 40. കർത്താവ് മോശയോട് അരുളി ചെയ്തു, 1-ാം മാസത്തിൻ്റെ 1-ാം ദിവസം നീ സമാഗമകൂടാരം സ്ഥാപിക്കണം. സാക്ഷ്യപേടകം അതിനുള്ളിൽ പ്രതിഷ്ഠിച്ച് തിരശീല കൊണ്ട് മറയ്ക്കണം. മേശ കൊണ്ടുവന്ന് അതിൻ്റെ ഉപകരണങ്ങളെല്ലാം അതിന്മേൽ ക്രമപ്പെടുത്തി വയ്ക്കണം. വിളക്കുകാൽ കൊണ്ടുവന്ന് അതിന്മേൽ വിളക്കുകൾ ഉറപ്പിക്കുക. ധൂപാർച്ചനയ്ക്കുള്ള സ്വർണ്ണപീഠം സാക്ഷ്യപേടകത്തിൻ്റെ മുമ്പിൽ സ്ഥാപിക്കുകയും കൂടാരവാതിലിന് യവനികയിടുകയും വേണം. സമാഗമകൂടാരത്തിൻ്റെ വാതിലിന് മുൻപിൽ നീ ദഹനബലിപീഠം സ്ഥാപിക്കണം. സമാഗമകൂടാരത്തിൻ്റെയും ബലിപീഠത്തിൻ്റെയും മധ്യേ ക്ഷാളനപാത്രം വെച്ച് അതിൽ വെള്ളമൊഴിക്കുക. ചുറ്റും അങ്കണമൊരുക്കി അങ്കണകവാടത്തിൽ യവനിക തൂക്കിയിടണം. അതിനുശേഷം അഭിഷേക തൈലമെടുത്ത് കൂടാരവും അതിലുള്ള സകലതും അഭിഷേചിക്കുക. അങ്ങനെ കൂടാരവും അതിലെ ഉപകരണങ്ങളും ശുദ്ധീകരിക്കുക. അവ വിശുദ്ധമാകും. ദഹനബലിപീഠവും അതിലെ ഉപകരണങ്ങളും അഭിഷേചിച്ച് ശുദ്ധീകരിക്കുക. ബലിപീഠം അതിവിശുദ്ധമാകും. ക്ഷാളനപാത്രവും അതിൻ്റെ പീഠവും അഭിഷേചിച്ച് ശുദ്ധീകരിക്കണം. അനന്തരം അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും സമാഗമകൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് വെള്ളം കൊണ്ട് കഴുകണം. അഹ്റോനെ നീ വിശുദ്ധ വസ്ത്രങ്ങൾ അണിയിക്കുകയും അഭിഷേചിച്ച് ശുദ്ധീകരിക്കുകയും വേണം. അങ്ങനെ
അവൻ പുരോഹിത പദവിയിൽ എന്നെ ശുശ്രൂഷിക്കട്ടെ. അവൻ്റെ പുത്രന്മാരെ കൊണ്ടുവന്ന് അങ്കികൾ അണിയിക്കണം. അവരുടെ പിതാവിനെ അഭിഷേചിച്ചതുപോലെ അവരെയും അഭിഷേകം ചെയ്യണം. പുരോഹിതരെന്ന നിലയിൽ അവർ എനിക്ക് ശുശ്രൂഷ ചെയ്യട്ടെ. അവരുടെ ഈ അഭിഷേകം അവരെ തലമുറകളിലൂടെ നിലനിൽക്കുന്ന നിത്യപൗരോഹിത്യത്തിൽ ഭാഗവാക്കുകളാക്കും. മോശ അപ്രകാരം പ്രവർത്തിച്ചു. കർത്താവ് തന്നോട് കൽപ്പിച്ചതെല്ലാം അവൻ അനുഷ്ഠിച്ചു. 2-ാം വർഷം 1-ാം മാസം 1-ാം ദിവസം കൂടാരം സ്ഥാപിക്കപ്പെട്ടു. മോശ കൂടാരമുയർത്തി അതിൻ്റെ പാദകുടങ്ങൾ ഉറപ്പിച്ചു, പലകകൾ പിടിപ്പിച്ചു, അഴികൾ നിരത്തി, തൂണുകൾ നാട്ടി. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ കൂടാരത്തിൻ്റെ വിധാനമൊരുക്കി വിരികൾ നിരത്തി. അവൻ ഉടമ്പടി പത്രികയെടുത്ത് പേടകത്തിൽ വെച്ചു. തണ്ടുകൾ പേടകത്തോട് ഘടിപ്പിച്ചു. പേടകത്തിന് മീതെ കൃപാസനം സ്ഥാപിക്കുകയും ചെയ്തു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ സാക്ഷ്യപേടകം കൂടാരത്തിനുള്ളിലേക്ക് കൊണ്ടുവന്നു. അത് തിരശീല കൊണ്ട് മറച്ചു. അവൻ സമാഗമ കൂടാരത്തിൽ ശ്രീകോവിലിൻ്റെ വടക്കുവശത്തായി യവനികയ്ക്ക് വെളിയിൽ മേശ സ്ഥാപിച്ചു. അതിന്മേൽ കർത്താവ് കൽപ്പിച്ചതുപോലെ അവിടുത്തെ മുൻപിൽ ക്രമപ്രകാരം അപ്പവും വെച്ചു. സമാഗമ കൂടാരത്തിൽ മേശയ്ക്കെതിരായി ശ്രീകോവിലിൻ്റെ തെക്ക് വശത്ത് വിളക്കുകാൽ സ്ഥാപിച്ചു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ കർത്താവിൻ്റെ മുമ്പിൽ വിളക്കുകൾ വച്ചു. സമാഗമ കൂടാരത്തിൽ തിരശീലയുടെ മുൻപിൽ ധൂപാർച്ചനയ്ക്കുള്ള സ്വർണപീഠം സ്ഥാപിച്ചു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ അതിന്മേൽ പരിമള ദ്രവ്യങ്ങൾ പുകച്ചു. കൂടാരത്തിൻ്റെ വാതിൽക്കൽ തിരശീല തൂക്കിയിട്ടു. കർത്താവ് കൽപ്പിച്ചതുപോലെ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ ദഹനബലിപീഠം സ്ഥാപിക്കുകയും അതിന്മേൽ ദഹനബലിയും ധാന്യബലിയും അർപ്പിക്കുകയും ചെയ്തു. സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും മധ്യേ ക്ഷാളന പാത്രം വെച്ച് അതിൽ ക്ഷാളനത്തിനുള്ള വെള്ളമൊഴിച്ചു. ഈ വെള്ളം കൊണ്ട് മോശയും അഹ്റോനും അഹ്റോന്റെ പുത്രന്മാരും കൈകാലുകൾ കഴുകി. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവർ സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോഴും ബലിപീഠത്തെ സമീപിക്കുമ്പോഴും ക്ഷാളന കർമ്മം അനുഷ്ഠിച്ചു പോന്നു. അവൻ കൂടാരത്തിനും ബലിപീഠത്തിനും ചുറ്റും അങ്കണമുണ്ടാക്കി. അങ്കണ കവാടത്തിൽ യവനികയിട്ടു. അങ്ങനെ മോശ ജോലി ചെയ്തു തീർത്തു. അപ്പോൾ ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു. കർത്താവിൻ്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു. മോശയ്ക്ക് സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല, കാരണം മേഘം അതിനെ ആവരണം ചെയ്തിരുന്നു. കർത്താവിൻ്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോഴാണ് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടിരുന്നത്. മേഘം ഉയർന്നില്ലെങ്കിൽ അത് ഉയരുന്ന ദിവസം വരെ അവർ പുറപ്പെട്ടിരുന്നില്ല. കർത്താവിൻ്റെ മേഘം പകൽ സമയത്ത് കൂടാരത്തിന് മുകളിൽ നിലകൊണ്ടിരുന്നു. രാത്രി സമയത്ത് മേഘത്തിൽ അഗ്നി ജ്വലിച്ചിരുന്നു. ഇസ്രായേൽ ജനം യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഇത് ദർശിച്ചു. Chapter 36. Bezalel therefore will set to work with Aholiab and with all the experts whom the Lord has endowed with skill and understanding in knowing how to execute all the work for the service of the sanctuary, just as the Lord has commanded. Moses then called Bezalel and Aholiab and all the other experts whom the Lord had endowed with skill, men whose hearts moved them to come and take part in the work. They received from Moses all the contributions which the Israelites had brought for establishing the service of the sanctuary. Still, morning after morning, the people continued to bring their voluntary offerings to Moses. Thereupon the experts who were executing the various kinds of work for the sanctuary all left the work they were doing and told Moses, "The people are bringing much more than is needed to carry out the work which the Lord has commanded us to do." Moses therefore ordered a proclamation to be made throughout the camp.
Let neither man nor woman make any more contributions for the sanctuary. So the people stopped bringing their offerings. There was already enough at hand, in fact, more than enough to complete the work to be done. The various experts who were executing the work made the dwelling with its tent sheets woven of fine linen twined, having cherubim embroidered on them with violet, purple, and scarlet yarn. The length of each sheet was 28 cubits, and the width 4 cubits. All the sheets were of the same size. 5 of the sheets were sewed together edge to edge, and the same for the other 5. Loops of violet yarn were made along the edge of the end sheet in the first set, and the same along the edge of the end sheet in the second set. 50 loops were thus put on one inner sheet, and 50 loops on the inner sheet in the other set, with the loops directly opposite each other. Then 50 clasps of gold were made, with which the sheets were joined so that the dwelling formed one whole. Sheets of goat hair were also woven as a tent over the dwelling. 11 such sheets were made. The length of each sheet was 30 cubits, and the width 4 cubits. All 11 sheets were the same size. 5 of these sheets were sewed edge to edge into one set, and the other 6 sheets into another set. 50 loops were made along the edge of the end sheet in one set, and 50 loops along the edge of the corresponding sheet in the other set. 50 bronze clasps were made, with which the tent was joined so that it formed one whole. A covering for the tent was made of ram skins dyed red, and above that a covering of tehash skins. Boards of acacia wood were made as walls for the dwelling. The length of each board was 10 cubits, and the width 1.5 cubits. Each board had 2 arms, fastening them in line. In this way all the boards of the dwelling were made. They were set up as follows: 20 boards on the south side, with 40 silver pedestals under the 20 boards, so that there were 2 pedestals under each board at its 2 arms. 20 boards on the other side of the dwelling, the north side, with their 40 silver pedestals, 2 under each board. 6 boards at the rear of the dwelling to the west, and 2 boards at the corners in the rear of the dwelling. These were double at the bottom, and likewise double at the top, to the first ring. That is how both boards in the corners were made. Thus there were in the rear 8 boards with their 16 silver pedestals, 2 pedestals under each board. Bars of acacia wood were also made, 5 for the boards on one side of the dwelling, 5 for those on the other side, and 5 for those at the rear to the west. The center bar at the middle of the boards was made to reach across from end to end. The boards were plated with gold, and gold rings were made on them as holders for the bars, which were also plated with gold. The veil was woven of violet, purple, and scarlet yarn, and of fine linen twined, with cherubim embroidered on it. 4 gold-plated columns of acacia wood with gold hooks were made for it, and 4 silver pedestals were cast for them. The curtain for the entrance of the tent was made of violet, purple, and scarlet yarn, and of fine linen twined, woven in a variegated manner. Its 5 columns, with their hooks as well as their capitals and bands, were plated with gold. Their 5 pedestals were of bronze. Chapter 37. Bezalel made the ark of acacia wood, 2.5 cubits long, 1.5 cubits wide, and 1.5 cubits high. The inside and outside were plated with gold, and a molding of gold was put around it. 4 gold rings were cast and put on its 4 supports, 2 rings for one side and 2 for the opposite side. Poles of acacia wood were made and plated with gold. These were put through the rings on the sides of the ark for carrying it. The propitiatory was made of pure gold, 2.5 cubits long and 1.5 cubits wide. 2 cherubim of beaten gold were made for the 2 ends of the propitiatory. 1 cherub fastened at one end, the other at the other end, springing directly from the propitiatory at its 2 ends. The cherubim had their wings spread out above, covering the propitiatory with them. They were turned toward each other, but with their faces looking toward the propitiatory. The table was made of acacia wood, 2 cubits long, 1 cubit wide, and 1.5 cubits high. It was plated with pure gold, and a molding of gold was put around it. A frame, a handbreadth high, was also put around it, with a molding of gold around the frame.
4 rings of gold were cast for it and fastened, one at each of the 4 corners. The rings were alongside the frame as holders for the poles to carry the table. These poles were made of acacia wood and plated with gold. The vessels that were set on the table, its plates and cups, as well as its pitchers and bowls for pouring libations, were of pure gold. The lampstand was made of pure beaten gold, its shaft and branches, as well as its cups and knobs and petals, springing directly from it. 6 branches extended from its sides, 3 branches on one side and 3 on the other. On one branch there were 3 cups shaped like almond blossoms, each with its knob and petals. On the opposite branch there were 3 cups shaped like almond blossoms, each with its knob and petals, and so for the 6 branches that extended from the lampstand. On the shaft there were 4 cups shaped like almond blossoms, with their knobs and petals, including a knob below each of the 3 pairs of branches that extended from the lampstand. The knobs and branches sprang so directly from it that the whole formed but a single piece of pure beaten gold. Its 7 lamps, as well as its trimming shears and trays, were made of pure gold. A talent of pure gold was used for the lampstand and its various appurtenances. The altar of incense was made of acacia wood, on a square, a cubit long, a cubit wide, and 2 cubits high, having horns that sprang directly from it. Its grate on top, its walls on all 4 sides, and its horns were plated with pure gold, and a molding of gold was put around it. Underneath the molding, gold rings were placed, 2 on one side and 2 on the opposite side, as holders for the poles to carry it. The poles, too, were made of acacia wood and plated with gold. The sacred anointing oil and the fragrant incense were prepared in their pure form by a perfumer. Chapter 38. The altar of Holocaust was made of acacia wood on a square, 5 cubits long and 5 cubits wide. Its height was 3 cubits. At the 4 corners horns were made that sprang directly from the altar. The whole was plated with bronze. All the utensils of the altar, the pots, shovels, basins, forks, and fire pans, were likewise made of bronze. A grating of bronze network was made for the altar and placed round it on the ground, half as high as the altar itself. 4 rings were cast for the 4 corners of the bronze grating as holders for the poles, which were made of acacia wood and plated with bronze. The poles were put through the rings on the sides of the altar for carrying it. The altar was made in the form of a hollow box. The bronze laver, with its bronze base, was made from the mirrors of the women who served at the entrance of the meeting tent. The court was made as follows. On the south side of the court there were hangings woven of fine linen twined 100 cubits long, with 20 columns and 20 pedestals of bronze, the hooks and bands of the columns being of silver. On the north side there were similar hangings 100 cubits long, with 20 columns and 20 pedestals of bronze, the hooks and bands of the columns being of silver. On the west side there were hangings 50 cubits long, with 10 columns and 10 pedestals, the hooks and bands of the columns being of silver. On the east side the court was 50 cubits long. Toward one side there were hangings to the extent of 15 cubits, with 3 columns and 3 pedestals. Toward the other side, beyond the entrance of the court, there were likewise hangings to the extent of 15 cubits, with 3 columns and 3 pedestals. The hangings on all sides of the court were woven of fine linen twined. The pedestals of the columns were of bronze, while the hooks and bands of the columns were of silver. The capitals were silver-plated, and all the columns of the court were banded with silver. At the entrance of the court there was a variegated curtain woven of violet, purple, and scarlet yarn, and of fine linen twined, 20 cubits long and 5 cubits wide, in keeping with the hangings of the court. There were 4 columns and 4 pedestals of bronze for it, while their hooks were of silver. All the tent pegs for the dwelling and for the court around it were of bronze. The following is an account of the various amounts used on the dwelling of the commandments drawn up at the command of Moses by the Levites under the direction of Ithamar, son of Aaron the priest. However, it was Bezalel, son of Uri, son of Hur, of the tribe of Judah, who made all that the Lord commanded Moses,
And he was assisted by Aholiab, son of Ahisamach, of the tribe of Dan, who was an engraver, an embroiderer, and a weaver of variegated cloth of violet, purple, and scarlet yarn, and of fine linen. All the gold used in the entire construction of the sanctuary, having previously been given as an offering, amounted to 29 talents and 730 shekels, according to the standard of the sanctuary shekel. The amount of the silver received from the community was 100 talents and 1,775 shekels, according to the standard of the sanctuary shekel. 1 bekah apiece, that is, a half shekel apiece, according to the standard of the sanctuary shekel, was received from every man of 20 years or more who entered the registered group. The number of these was 603,550 men. 100 talents of silver were used for casting the pedestals of the sanctuary, and the pedestals of the veil, 1 talent for each pedestal, or 100 talents for the 100 pedestals. The remaining 1,775 shekels were used for making the hooks on the columns, for plating the capitals, and for banding them with silver. The bronze, given as an offering, amounted to 70 talents and 2,400 shekels. With this were made the pedestals at the entrance of the meeting tent, the bronze altar with its bronze gratings, and all the appurtenances of the altar, the pedestals around the court, the pedestals at the entrance of the court, and all the tent pegs for the dwelling and for the court around it. Chapter 39. With violet, purple, and scarlet yarn were woven the service cloths for use in the sanctuary, as well as the sacred vestments for Aaron, as the Lord had commanded Moses. The ephod was woven of gold thread, and of violet, purple, and scarlet yarn, and of fine linen twined. Gold was first hammered into gold leaf, and then cut up into threads, which were woven with the violet, purple, and scarlet yarn into an embroidered pattern on the fine linen. Shoulder straps were made for it and joined to its 2 upper ends. The embroidered belt on the ephod extended out from it, and, like it, was made of gold thread, of violet, purple, and scarlet yarn, and of fine linen twined, as the Lord had commanded Moses. The onyx stones were prepared and mounted in gold filigree work. They were engraved like seal engravings with the names of the sons of Israel. These stones were set on the shoulder straps of the ephod as memorial stones of the sons of Israel, just as the Lord had commanded Moses. The breastpiece was embroidered like the ephod, with gold thread and violet, purple, and scarlet yarn on cloth of fine linen twined. It was square and folded double, a span high and a span wide in its folded form. 4 rows of precious stones were mounted on it. In the first row a carnelian, a topaz, and an emerald. In the second row a garnet, a sapphire, and a beryl. In the third row a jacinth, an agate, and an amethyst. In the fourth row a chrysolite, an onyx, and a jasper. They were mounted in gold filigree work. These stones were 12, to match the names of the sons of Israel, and each stone was engraved like a seal with the name of one of the 12 tribes. Chains of pure gold twisted like cords were made for the breastpiece, together with 2 gold filigree rosettes and 2 gold rings. The 2 rings were fastened to the 2 upper ends of the breastpiece. The 2 gold chains were then fastened to the 2 rings at the ends of the breastpiece. The other 2 ends of the 2 chains were fastened in front of the 2 filigree rosettes, which were attached to the shoulder straps of the ephod. 2 other gold rings were made and put on the 2 lower ends of the breastpiece on the edge facing the ephod. 2 more gold rings were made and fastened to the bottom of the 2 shoulder straps, next to where they joined the ephod in front, just above its embroidered belt. Violet ribbons bound the rings of the breastpiece to the rings of the ephod, so that the breastpiece stayed right above the embroidered belt of the ephod and did not swing loose from it. All this was just as the Lord had commanded Moses. The robe of the ephod was woven entirely of violet yarn, with an opening in its center like the opening of a shirt, with selvage around the opening to keep it from being torn. At the hem of the robe pomegranates were made of violet, purple, and scarlet yarn, and of fine linen twined. Bells of pure gold were also made and put between the pomegranates all around the hem of the robe. First a bell, then a pomegranate, and thus alternating all around the hem of the robe which was to be worn in performing the ministry. All this just as the Lord had commanded Moses.
For Aaron and his sons there were also woven tunics of fine linen, the mitre of fine linen, the ornate turbans of fine linen, drawers of fine linen twined, and sashes of variegated work made of fine linen twined, and of violet, purple, and scarlet yarn, as the Lord had commanded Moses. The plate of the sacred diadem was made of pure gold, and inscribed, as on a seal engraving, Sacred to the Lord. It was tied over the mitre with a violet ribbon, as the Lord had commanded Moses. Thus the entire work of the dwelling of the meeting tent was completed. The Israelites did the work just as the Lord had commanded Moses. They then brought to Moses the dwelling, the tent with all its appurtenances, the clasps, the boards, the bars, the columns, the pedestals, the covering of ram skins dyed red, the covering of tehash skins, the curtain veil, the ark of the commandments with its poles, the propitiatory, the table with all its appurtenances, and the showbread, the pure gold lampstand with its lamps set up on it, and with all its appurtenances, the oil for the light, the golden altar, the anointing oil, the fragrant incense, the curtain for the entrance of the tent, the altar of bronze with its bronze grating, its poles and all its appurtenances, the laver with its base, the hangings of the court with their columns and pedestals, the curtain for the entrance of the court with its ropes and tent pegs, all the equipment for the service of the dwelling of the meeting tent, the service cloths for use in the sanctuary, the sacred vestments for Aaron the priest, and the vestments to be worn by his sons in their ministry. The Israelites had carried out all the work just as the Lord had commanded Moses. So when Moses saw that all the work was done, just as the Lord had commanded, he blessed them. Chapter 40. Then the Lord said to Moses, On the first day of the first month you shall erect the dwelling of the meeting tent. Put the ark of the commandments in it, and screen off the ark with the veil. Bring in the table and set it. Then bring in the lampstand and set up the lamps on it. Put the golden altar of incense in front of the ark of the commandments, and hang the curtain at the entrance of the dwelling. Put the altar of Holocaust in front of the entrance of the dwelling of the meeting tent. Place the laver between the meeting tent and the altar, and put water in it. Set up the court round about it, and put the curtain at the entrance of the court. Take the anointing oil, and anoint the dwelling, and everything in it, consecrating it and all its furnishings, so that it will be sacred. Anoint the altar of Holocaust, and all its appurtenances, consecrating it, so that it will be most sacred. Likewise anoint the laver with its base, and thus consecrate it. Then bring Aaron and his sons to the entrance of the meeting tent, and there wash them with water. Clothe Aaron with the sacred vestments, and anoint him, thus consecrating him as my priest. Bring forward his sons also, and clothe them with the tunics. As you have anointed their father, anoint them also as my priests. Thus by being anointed shall they receive a perpetual priesthood throughout all future generations. Moses did exactly as the Lord had commanded him. On the first day of the first month of the second year, the dwelling was erected. It was Moses who erected the dwelling. He placed its pedestals, set up its boards, put in its bars, and set up its columns. He spread the tent over the dwelling, and put the covering on top of the tent, as the Lord had commanded him. He took the commandments and put them in the ark. He placed poles alongside the ark, and set the propitiatory upon it. He brought the ark into the dwelling, and hung the curtain veil, thus screening off the ark of the commandments as the Lord had commanded him. He put the table in the meeting tent on the north side of the dwelling outside the veil, and arranged the bread on it before the Lord as the Lord had commanded him. He placed the lampstand in the meeting tent opposite the table on the south side of the dwelling, and he set up the lamps before the Lord as the Lord had commanded him. He placed the golden altar in the meeting tent in front of the veil, and on it he burned fragrant incense as the Lord had commanded him. He hung the curtain at the entrance of the dwelling. He put the altar of holocausts in front of the entrance of the dwelling of the meeting tent, and offered holocausts and cereal offerings on it, as the Lord had commanded him. He placed the laver between the meeting tent and the altar, and put water in it for washing. Moses and Aaron and his sons used to wash their hands and feet there, for they washed themselves whenever they went into the meeting tent or approached the altar, as the Lord had commanded Moses. Finally he set up the court around the dwelling and the altar, and hung the curtain at the entrance of the court. Thus Moses finished all the work. Then the cloud covered the meeting tent, and the glory of the Lord filled the dwelling.
Moses could not enter the meeting tent because the cloud settled down upon it, and the glory of the Lord filled the dwelling. Whenever the cloud rose from the dwelling, the Israelites would set out on their journey. But if the cloud did not lift, they would not go forward. Only when it lifted did they go forward. In the daytime the cloud of the Lord was seen over the dwelling, whereas at night fire was seen in the cloud by the whole house of Israel in all the stages of their journey.